രാവിലെ എല്ലോട്ടാൻ പോയി. ഞാൻ വെട്ടിക്കോളാന്ന് പറഞ്ഞല്ലേ. മഴയാണല്ലോ, ചേട്ടനെ ഇറക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇറങ്ങിയതാട്ടോ. വലിയ ഉപകാരം. ഇന്ന് ഇലയൊക്കെ വെട്ടിയത് എന്തിനാണെന്നറിയാമോ? ഇന്ന് നമ്മുടെ ഓണം നമ്മളിവിടെ വെച്ച് ഒരു ചെറിയൊരു ഓണം. ഒത്തിരി പേരൊന്നുമില്ല കേട്ടോ, നമ്മൾ 3-4-5 പേരേ ഉള്ളൂ അല്ലേ, 5-6 പേരേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് ഓണം ആഘോഷിക്കാമെന്ന് വെച്ചു. ഇനി ഓരോ ദിവസങ്ങളിൽ നമുക്ക് ഓരോ പരിപാടി കേട്ടോ, ഓരോ കല്യാണമായി, പിന്നെ ഓരോ ദിവസം ഓരോ പരിപാടി അല്ലേ, ഓരോ പരിപാടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓണം ആഘോഷിക്കാൻ ദിവസമില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് നമുക്കങ്ങ് ആഘോഷിക്കാമെന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്കീനെയും കൂടെ കൂട്ടാലോ. ഇന്നത്തെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഞങ്ങൾ ഒന്നും ഉണ്ടാക്കണില്ല, എല്ലാം മേടിച്ചുകൊണ്ട് വരും കേട്ടോ. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല, ചുമ്മാ ഞങ്ങളെല്ലാവരോടും ഞങ്ങൾ ഒന്നിച്ച് കൂടുന്നു, കുറച്ച് ഫുഡ് കഴിക്കണു, കുറച്ച് കളികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമെങ്കിൽ മഴയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഗെയിമുകളൊക്കെ കളിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. OCM ഫാമിലിയുടെ ഓണം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വടംവലി ഉണ്ടോ? വടമില്ല, അല്ലേ നമുക്ക് വടംവലി വെക്കാമായിരുന്നു കേട്ടോ. ഷെയ്ജാൻറ്റി ഉണ്ട്, പിന്നെ കുഞ്ഞാൻറ്റി ഉണ്ട്, പിന്നെ ഷെയ്ജാൻറ്റി അവിടെയാണല്ലോ, അതുകൊണ്ട് ഷെയ്ജാൻറ്റി ഇല്ല. ഷെയ്ജാൻറ്റിയുടെ മോൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഷിതയും ഡോണും ഒക്കെ, നമ്മുടെ തേനുക്കുട്ടനൊക്കെ. അവരും വരും. ഒരു ഉണ്ണാറൊന്നും ആകുമ്പോഴത്തേക്കും വരികയല്ലോ കേട്ടോ. ഉണ്ണാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവരൊരു 3 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞല്ലേ ഏട്ടാ? അവർക്ക് എറണാകുളത്ത് നിന്ന് എത്തണം കേട്ടോ, അപ്പം സമയമെടുക്കും. സൂപ്പറല്ലേ ഏട്ടാ? കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇവിടെ പൂക്കൾ ഇടാൻ ഓർത്തോട്ടെ ഇരിക്കണേ. പ്ലാസ്റ്റിക് ആണോ? പ്ലാസ്റ്റിക് ഇടേണ്ട വരുമെന്ന് തോന്നുന്നത്. ശകലം മേടിച്ചിട്ടുണ്ട് കേട്ടോ, മേടിച്ച് പൂ കുറച്ചുണ്ട്. ചെമ്പരത്തി ഉണ്ട്. ചെമ്പരത്തി ഉണ്ട്. കാര്യം ദിവസം ഒരു നല്ലൊരു മഴ ദിവസമായിട്ടാണ് കാണണേ. രാവിലെ തൊട്ട് മഴയായിരുന്നു, ഇപ്പോഴൊരു ശകലം തെളിഞ്ഞ നേരത്തിന് കേട്ടോ ഞാൻ ഇലയൊക്കെ വെട്ടാൻ പോയേക്കണേ. പിള്ളേരുണ്ടെങ്കിൽ വിടാറുന്ന മഞ്ഞപ്പൂ പറിക്കാൻ. അതെ അതെ അതെ, ഈ സമയത്തൊക്കെ പിള്ളേരൊക്കെ വീട്ടിൽ വേണ്ടത് അല്ലേ. അതെ അതെ. അവർ വരുമ്പോഴത്തേക്കും പൂവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കാന്നോർത്ത് പൂ ഇടാൻ വേണ്ടിയുള്ള പൂവൊക്കെ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. അരിഞ്ഞല്ല, ഇങ്ങനെ കണ്ടിച്ചെടുക്കുവാണേ. ഉണ്ടോ, ഇങ്ങനെ ആകുമ്പോൾ ഇച്ചിരി ഓളം തോന്നുമല്ലോ. പിന്നെയുണ്ടല്ലോ, നിങ്ങൾ ഞാനൊരു സാധനം കാണിക്കാം കേട്ടോ. എനിക്ക് ഒരു പുള്ളിക്കാരത്തി അയച്ചു തന്ന കേട്ടോ. ഇത് മുടി ഉണ്ടാകാനുള്ള എണ്ണയാണെന്നാണ് പറഞ്ഞത്. മലപ്പുറത്തുനിന്ന് ഒരു ഉമ്മ എനിക്ക് അയച്ചു തന്ന കേട്ടോ. ഉമ്മയുടെ എത്രയാ 100 ചില്ലാനം വയസ്സുള്ള ആ ഉമ്മ ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് നല്ലതാണ്, അടിപൊളിയാണ്. എന്നോട് നിങ്ങളെ കാണിക്കണമെന്നും പറഞ്ഞില്ല കേട്ടോ. ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണ് പറഞ്ഞാൽ മതി, അല്ലാതെ കാണിക്കണമെന്ന് പറഞ്ഞില്ല. 3 ബോട്ടിലുണ്ട് കേട്ടോ ചേട്ടാ. അഴകി എൻ്റെ പേര് കണ്ടോ. എനിക്കും നിമിഷയ്ക്കും ഒക്കെ കൂടെ തന്നേക്കണം കേട്ടോ. എല്ലാവർക്കും കൂടെ നിമിഷയ്ക്കും കൊടുക്കണമെന്ന് പറഞ്ഞേക്കണേ. ഹാപ്പി ഓണം. ആഹാ, ഇത് അടിപൊളി ഓണ ഡ്രസ്സിലൊക്കെ ആണല്ലോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കണ്ടോ ചേട്ടാ, ഓണത്തിന് എല്ലാം കൂട്ടം കറിയായിട്ട് ആരേലും വന്നോ? ഇങ്ങനെ വേണം ഓണം ആഘോഷിക്കാൻ. ചുമ്മാ വീട്ടിലിരിക്കുക, ഇങ്ങനെ പൊതിയും കൊണ്ട് വരിക. ഞങ്ങളും പണി പിടിച്ചത്, ഞങ്ങൾ സുഖം പിടിച്ചു കേട്ടോ. ഇപ്രാവശ്യം എന്താണേലും വാങ്ങിച്ച് ഈ കഷ്ടപ്പെടുന്ന നേരത്ത് നമ്മുടെ അടുക്കളയെല്ലാം വൃത്തികേടാക്കി ഒക്കെ ചെയ്യണ നേരത്തിന്. അതെ, ചോറും ഇലയും നമ്മുടെ, ബാക്കിയെല്ലാം വെള്ളവും നമ്മുടെ, ബാക്കിയെല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കേട്ടോ. ഇതാകുമ്പം എളുപ്പമുണ്ടല്ലോ, ഒന്ന് തിന്നച്ച് കൈ കഴിയാൻ മതി. ഇല ആയതുകൊണ്ട് കൊണ്ടുപോയി കളഞ്ഞാലും മതി. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങളുടെ വേണം ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഇത് തന്നെ കേട്ടോ എളുപ്പം. ഇത് 2 കൂട്ടം പായസം ഉണ്ട് ഇതിനകത്ത്. ഞാൻ എടുക്കുമ്പോൾ എല്ലാം നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതല്ലേ എല്ലാവരും പരാതി പറയണേ. ഇങ്ങോട്ട് നോക്കിക്കേ എന്തോരം പൂവുണ്ടെന്ന്. അതെ അതെ, അത് നമുക്ക് വെള്ളം വേണമല്ലോ അല്ലേ നടുക്കിടാൻ. തേങ്ങാപ്പീരം ഇട്ടാൽ ഉറുമ്പ് കയറും. അതുകൊണ്ട് നമുക്ക് പൂവാണ്ടിയത് അത് നമുക്ക് ഊഞ്ഞാലൊക്കെ വെക്കാം. നിങ്ങൾ ആരെയും ഇത് നമുക്ക് പോയിന്റ് ആക്കാവേ. ഇത് പോയിന്റ് കേട്ടോ. അത് സാരമില്ല, വെള്ളം ഇച്ചിരി ഇന്നലെ മേടിച്ച് വെച്ചതുകൊണ്ട് വെള്ളം ഇച്ചിരി ക്ഷീണിച്ച് പോയി. അത് സാരമില്ല, നമുക്ക് പ്രോട്ടീൻ പൗഡറൊക്കെ കൊടുത്ത് ശരിയാക്കാം കേട്ടോ. ഇനി അടുത്തത് ഇനി മഞ്ഞ. ഇത് ഞങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഞെട്ടും. മുത്തിനൊക്കെ ഓരോ ഡ്യൂട്ടി കൊടുത്തേക്കും കേട്ടാ. ഇച്ചിരി കുറവാണ്, നമുക്കിത് ഇവരെ എത്തിക്കണം. ആകെ 4 പൂവേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയും പൂക്കളാക്കും. ഷിജിയുടെ സ്വരം കേട്ടിട്ടുണ്ടല്ലോ, ലക്കി അവിടെ നിൽക്കുന്നില്ല കേട്ടോ. ലക്കിക്ക് ഷിജിയുടെ ഒച്ച കേട്ടപ്പോ നിൽക്കില്ല. ഞാൻ സത്യം പറഞ്ഞ ഓർത്തോട്ടെ, ഈ പൂവെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എപ്പം ചോറിനാനാന്ന് 4 പേര് കൂടി ഇപ്പൊ പെട്ടെന്ന് തീർന്നല്ലോ. അത് കണ്ടു കഴിയുമ്പോ നിങ്ങൾ ഞെട്ടും ചേട്ടാ. പച്ച ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ കളർ ഇടാൻ പാടില്ലടി. വായനശാലയിൽ എത്ര വർഷം ഇട്ട് സമ്മാനം മേടിച്ചതെന്നറിയാമോ ഞാൻ. ഞങ്ങളുടെ ഇത് മൊത്തത്തിൽ വട്ടത്തിലുള്ള ഓണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഞെട്ടൂന്ന്. കണ്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പൂക്കള്. ബോൾസം മണി പറിക്കാനുണ്ടതേ.
നിന്നെ കാണാൻ കേട്ടാ. എൻ്റെ ഒച്ച കേട്ടോളൂ. അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി. നമ്മള് നല്ലതാന്ന് പറയുന്നു. അതെ എന്റെ പെണ്ണ് എവിടെയാ? ഇതിനെ കണ്ടപ്പോ പട്ടിയുടെ ഒരു സ്നേഹമേ. അപ്പം ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഓരോ ഓണപ്പുടവ കൊടുക്കാമെന്ന് ഓർത്തു കേട്ടോ. പിള്ളേരല്ലേ ഫസ്റ്റ്, ആദ്യം നമുക്ക് പിള്ളേരെ മാനിക്കണ്ടേ. മുത്തു അമ്മനെ. അടുത്തത് ഷിജി. എനിക്ക് എന്താ ഞങ്ങളുടെ മുമ്പും പുറവും എല്ലാം ഞങ്ങളുടെ ജീവനാടിയായ. മുമ്പും പുറവും അതെ 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 ശരിക്കും. വടി കുഞ്ഞാളി വടി. ഞങ്ങൾ ചുമ്മാ വളരെ രസത്തിന് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ എടുത്തു കേട്ടോ. താങ്ക് യു. ഇത് എൻ്റെ കേട്ടോ, എൻ്റെ. ഞങ്ങൾ ഇനി ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ റോയ് ഞങ്ങൾക്കുണ്ടോ? പിന്നെ ചേട്ടാ ഓ ഷർട്ട് ഒരെടുക്കും ഓൾറെഡി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് വരാം കേട്ടോ. അതെ അതെ. ചോറ് വന്നു. നീ തോരനില്ലാതെ കാര്യം വിഷമിക്കണ്ട. അച്ചാറോ പായസം എന്നേലും വായോ? അച്ചാറ് വന്നു. ദേ അടിപൊളി അടിപൊളി. പായസം. ഓ പായസം പായസം. നിങ്ങളുടെ ഡ്രസ്സ് സൂപ്പർ കേട്ടോ, അടിപൊളി അല്ലേ ഷിജി? സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ഇവരുടെ ഡ്രസ്സ്. ഞങ്ങളുടെ എങ്ങനെയുണ്ട് ചേട്ടാ? ഞങ്ങളുടെ ഒന്ന് കാണിച്ചു എല്ലാവരെയും. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഡ്രസ്സ് കൂടെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. നിങ്ങൾ പറയണം കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ പറയണേ. ഞങ്ങൾ 2-3 ദിവസമായിട്ട് സാരിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇന്ന് സാരി മാറ്റിയതാ കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലും കൂടെ അല്ലേ കണ്ടോ ഇപ്പോഴല്ലേ ഞങ്ങളുടെ ഡ്രസ്സിനെ പറ്റി മനസ്സിലായത്. രണ്ടാളും കൂടെ വേണമായിരുന്നു. അതെ അതെ രണ്ടാളൂടെ. ചേച്ചി ഇല്ല, മത്തും ചേട്ടനും ഇല്ല. അതെ അതെ. പിന്നെ ഞങ്ങൾക്ക് ഒരു ആങ്ങളെയും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാം റെഡിയാ പോരെ. സിബ്ലോ കൂടിലോട്ടോ ഓരോ പപ്പടം വെച്ച് ഓരോ ആൾക്ക് തന്നേക്കുന്നേ. ഞങ്ങൾ ആള് പറഞ്ഞ് എണ്ണം പറഞ്ഞ് മേടിക്കുക ചെയ്തേ. എത്ര പേരുണ്ട് നമ്മൾ പറഞ്ഞാൽ മതി, അത്രയും പേർക്ക് നമുക്ക് ഫുഡ് കിട്ടും കേട്ടോ. പരിപ്പ് നെയ്യ് നമ്മുടെ കേട്ടോ, നെയ്യ് അവർ തന്നിട്ടില്ലായിരുന്നു. ഓലനുണ്ട്, അവിയലുണ്ട്, കാബേജുണ്ട്, സാമ്പാറുണ്ട്. ഇത് കൂട്ടുകറി, ഇത് തക്കാളി കറി പോലെ ഇരിക്കണേ. എന്തോ ഒരു കറിയുണ്ട്, കുറുക്കുകാളൻ, പച്ചടി, ഇത് ഇഞ്ചിപ്പുളി. 2 കൂട്ടം പായസം ഉണ്ട് കേട്ടോ. ഇത് 1 ലിറ്ററുണ്ട്, ഇത് 1/2 ലിറ്ററുണ്ട്. പാലടപ്രഥമന് 1 ലിറ്ററും ഇത് 1/2 ലിറ്ററുണ്ട്. ഉണ്ട് എല്ലാം എടുത്ത് വെച്ചേക്കണേ. പിന്നെ പച്ചമോരും ഉണ്ടേ. ശർക്കര വരട്ടിയില്ലായിരുന്നു കേട്ടോ, അത് ഞാൻ കാണുന്നോടത്ത് ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഫുഡ് കഴിക്കാനത്തേക്കും നല്ല മഴ തുടങ്ങി കേട്ടോ. അതുകൊണ്ടോ ഉണ്ടോ സൂപ്പർ മഴ. എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? വരൂ 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 വരൂ. ഞങ്ങളുടെ ഓണം കണ്ടോ നിങ്ങൾ? ഞങ്ങളുടെ ഓണം നമ്മൾ മാത്രം ഓണം ആഘോഷിച്ചാൽ മതിയോ? ഇല്ലേ? എൻ്റെ ഓണ ഡ്രസ്സൊക്കെ നല്ലതാണോ ചോദിച്ചേ? അങ്ങനെ ഞങ്ങളുടെ ഓണം ആഘോഷിക്കാന്ന് പറ. എല്ലാവരോടും പറഞ്ഞേ ഓണം ആഘോഷിക്കുക. ഉടുപ്പൊക്കെ താത്തിയിട്ട് പിടിക്കിയിട്ടിരിക്കുക. ഉടുപ്പൊക്കെ താത്തിരുന്നേ നാണക്കേടല്ലേ? അതെ അതെ. ഞങ്ങളുടെ ഡയപ്പർ ആരെങ്കിലും കാണും. ഓ പറക്കും ഇപ്പൊ പറക്കും. എന്നാ എന്നാ ഞങ്ങളുടെ ഭിത്തിയെ വെച്ച പൂവൊക്കെ എന്ത് ചെയ്യാൻ നോക്കിയേ.
എല്ലാവരും താഴെ പോയി. അങ്ങനെ ഞങ്ങൾ ഗെയിമുകൾ പയ്യെ തുടങ്ങുക കേട്ടോ. ഗെയിമൊക്കെ ഇല്ലേ എന്നാ രസം ഇരിക്കണേ. ഊഞ്ഞാലൊക്കെ ഞങ്ങൾ പുറത്ത് പോയി ആടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഗെയിം ആരംഭിക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ കുറേ പൈസയുണ്ട് കേട്ടോ. ഉണ്ടോ? കുറേ ചില്ലറ പൈസയുണ്ട്. ഈ പൈസ നമ്മൾ ഒരു കൈ ഇങ്ങനെ പുറകെ വെക്കണം. പുറകെ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റ വാരിച്ചേക്ക് വാരണം. വാരുമ്പം ഏറ്റവും കൂടുതൽ കിട്ടുന്നയാൾ ജയിക്കും. അങ്ങനെയാ കേട്ടോ. ആരാദ്യം കളിക്കണേ? മുത്ത കളിച്ചു. ആ, ഒറ്റ വാരിച്ച് വാരണം. റെഡി 1 2 3. കുഞ്ഞോളി പടി. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓ ഭയങ്കര ഒരെണ്ണം ചാടിപ്പോയതാ കേട്ടോ. 2 4 6 1 7. അടുത്തത് ഷിജി. റെഡി 1 2 3 സ്റ്റാർട്ട്. 2 4 6 8. റെഡി 1 2 സ്റ്റാർട്ട്. ആ 4. ഞാനെടുക്കാവേ. ആരും ചിരിക്കരുത് കേട്ടോ. എനിക്കായിരിക്കും ഒന്നും കിട്ടിയാലത്. 2 4 6 8. ആ എന്നെ അല്ല എടുക്ക. റെഡി 1. എടുത്തില്ല അവിടെ നിൽക്ക്. അവിടെ നിൽക്ക്. ഞങ്ങൾ രണ്ടോട് ടൈം വന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടോട് വരുവാണേ. എൻ്റെ കൈ വേദന എടുത്ത് വെച്ചം. 2 4 6 8 9. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റെഡി 1 2 1 2 3 സ്റ്റാർട്ട്. 10 12. അപ്പൊ ഇതിനകത്ത് ഷിജി ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സെക്കൻഡ് എനിക്ക് തരണം. ഞാൻ അടുത്ത ഗെയിം തുടങ്ങാം. നമുക്ക് ഗ്ലാസ് കടിച്ചെടുക്കണം. ഞാൻ നോക്കട്ടെ. ആ മുത്തേ ആരംഭിച്ചു. ഞാൻ കണ്ണ് കെട്ടി കറക്കി നിർത്തും. ആ നേരെയാണോ? ആ ഇങ്ങനെയാണോ? 1 2 3 4 5 6 7 8. നീ ആരും പറയണ കേക്കല്ലോ കേട്ടോ. എല്ലാരും തെറ്റിക്കണേ. ആ 2 വെള്ളം. ആ 3. അതെ. ഓ അങ്ങനെ 2 കാലം കുത്താൻ പറ്റില്ല. ഓരോ കാല. 3. ഇവള് 2 കാലം കുത്തുക. അവിടെ അടയാളം കണ്ടു വെച്ചേക്കോ പാർട്ടിയെ. പോട്ടെ. ഇപ്പോഴാ പാർട്ടി പിടി കിട്ടിയേ. അടുത്ത ഗെയിമാണ് കേട്ടോ. ഇങ്ങനെ കുറേ സാധനങ്ങളോട് വെച്ചേക്കും. എന്നിട്ട് ഇപ്പം ഞാൻ ചേട്ടനോടെ കളിക്കുന്നത്. നമ്മുടെ കണ്ണ് കിട്ടും. പറയണ സാധനം നമ്മൾ ആദ്യം എടുക്കുന്നവർ അവരുടെ സൈഡിലോട്ട് വെക്കാം കേട്ടോ. എടുക്കുന്നവർ ജയിക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ പറയണ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും തിരിച്ചുമൊക്കെ വെക്കാം കേട്ടോ. അങ്ങനെയാണേ. കളിച്ചാലോ? അപ്പം എങ്ങനെയാ? ഓക്കെ ഇല്ലേ? അപ്പം നിങ്ങൾക്ക് ഓരോ സാധനം പറയാം. ആ പറയുന്നവർ ആദ്യം എടുത്ത് ഇവിടെ ഈ ഇടത്ത് സൈഡിൽ സേവ് ചെയ്യാവേ. അയ്യോ ഒരു കൈ പുറകെ വെക്കണമായിരുന്നു കേട്ടോ. അയ്യോ നിങ്ങൾ ക്യാരറ്റ് കിട്ടി. ക്യാരറ്റ് കിട്ടി. ഉരുളക്കിഴങ്ങ് ചേട്ടൻ എടുത്തോ? ണോ? എൻ്റെ ക്യാരറ്റ് അല്ലേ ഇത്? ഓക്കെ. അത് വലുതാ. എടുത്തോ? ഇഞ്ചി. അയ്യോ ഇവിടെ മുമ്പേ ഞാൻ കണ്ടായിരുന്നു. അല്ല മുമ്പേ തപ്പിപ്പോ കിട്ടിയായിരുന്നു. തപ്പിപ്പോ മുഴുത്ത സാധനം കിട്ടി. ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ്റെ കൈ ഇതി. അത് തക്കാളിയല്ല. തക്കാളി. കുഞ്ഞുള്ളിയാ വെല്ലുള്ളിയാ? ഇതല്ലേ?
കഴിഞ്ഞോ? ഡൺ. കഴിഞ്ഞോ? എണ്ണ 2 4 6 1 7 2 4 5. എനിക്ക് 7 ഉണ്ട്, ചേട്ടൻ 5. ജയ്ഷിതേ തേനും ഒന്നും വന്നില്ല കേട്ടോ. അവരിപ്പോൾ വരുന്നേ ഉള്ളൂ. അവർക്ക് വഴിക്ക് ഭയങ്കര ബ്ലോക്കായിപ്പോയി. അവർ എറണാകുളത്ത് നിന്നല്ലേ വരുന്നേ. അപ്പോൾ കുഞ്ഞാളി ഒരുപാട് സന്തോഷം. എപ്പോഴും കുഞ്ഞനീതിയെ കണ്ടില്ല എന്ന് പറയുന്നവരൊക്കെ ഒന്ന് ശരിക്കും കണ്ടോട്ടെ. ഇതാരാ ഇത്? തേനു ഇതാരാ? അവക്കറിയാം. ഇജേൻ്റെ ഞങ്ങളുടെ പൂക്കളം കണ്ടോ? ഇതുണ്ടോ പൂട്ടിങ്ങനെ കണ്ട വെച്ച്? ഇതെന്നെ കഴിച്ചതേ? ലക്കീനെ കാണിക്കാലോ. കേറിയില്ലടാ. കേറാറായില്ല. ഷെയ്ക്ക് ചെയ്യുവന്നേ. ലക്കി ഷെയ്ക്ക് ചെയ്യരുത് കേട്ടോ. കൊച്ചിന് കാണാനല്ലേ ഷെയ്ക്ക്. ഹാപ്പി വേണം. നാണം വരുന്നുണ്ടെന്നേ. എന്നാ ചെയ്യുന്ന? പൂടണോ ആദ്യം? യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടോ 3 പേര്. ഞങ്ങൾ പിന്നെയും പൂടും കേട്ടോ. പൂണ്ടല്ലോ ഇഷ്ടം പോലെ. ഇതാകുമ്പോ പിന്നെ റൗണ്ട് ഒന്നും നോക്കണ്ടല്ലോ, കളർ മാറണല്ലോ. ഏകദേശം ആയല്ലോ. തീർന്നോ? 10 കൊള്ളാം. മഞ്ഞ ഇവിടെ കുറെ ബാക്കിയുണ്ട്. മിച്ചം 6 പൂവുണ്ട് വെക്കാനിടയില്ല. ആരാ ഇതിങ്ങനെ അടിച്ചേ? ഞങ്ങളുടെ ഓണപ്പൂക്കളത്തിന്റെ അവസ്ഥ ഉണ്ടോ ഇപ്പൊ? ഏതാ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓണപ്പൂക്കളത്തിന്റെ അവസ്ഥ ഉണ്ടോ? ലക്കി അത് മുഴുവൻ കുറ്റിച്ചടിച്ചെന്നേ. നീ കുറച്ച് തിന്നുവും കൂടെ ചെയ്യ. അമ്മച്ചിക്ക് എടുത്തതാ. നിന്നെ പിടിച്ച് ഇങ്ങനെ വെക്കും ഞാൻ. ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്നോളാം. ഞങ്ങൾ പൈസ എടുക്കുന്ന ഗെയിം ഒന്നും കൂടെ കളിക്കുകയാണേ. പൈസ എടുക്കണ ഗെയിം അതിൽ ചിന്തു ഇഷിതയും കൂടെ കളിക്കുകയാണേ. ചിന്തു എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യണോ? എത്ര? 2 എണ്ണം. മിടുക്കി. ഓക്കെ മിടുക്കി. നീ ഇങ്ങോട്ട്. അങ്ങനെ മിടുക്കി. ഫോട്ടോഷൂട്ടാട്ടോ. പടപട പപ്പടം. വെള്ളം, കുളം, കര. അതൊക്കെ ചുമ്മാ തമാശ പറയുന്ന. മിടുക്കി. അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സമയം ഒരുപാടായി. 8 മണി കഴിഞ്ഞു. 8 മണി ആകാറായി. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഓരോരുത്തർ വീട്ടിലോട്ട് വരികയാണ്. അടിപൊളി ഓണാഘോഷമായിരുന്നു. നിങ്ങളുടെ ഓണം എവിടം വരെ ആയി? നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചെന്നൊക്കെ എനിക്ക് കമൻറ്റിനകത്ത് എഴുതണം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എഴുതണം, സബ്സ്ക്രൈബും ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ. ബാക്കി